സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം ആരംഭിച്ച് ABVP. കേസ് CBIക്ക് വിടുക, സർവകലാശാല ഡീനെ പ്രതി ചേർക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ABVPയുടെ 24 മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ. രോഹിണി, ABVP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 24 മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചിട്ടുള്ളത്. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന് നീതി വേണം, സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ABVP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം അല്ലെങ്കിൽ നിരാഹാര സമരം ആരംഭിച്ചിട്ടുള്ളത്. 24 മണിക്കൂറാണ് നിരാഹാര സമരം. അതോടൊപ്പം തന്നെ ഈ നിരാഹാര സമരത്തിൽ സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കല്യാണി ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിദ്ധാർത്ഥന്റെ ചിത്രത്തിന് മുന്നിൽ 16 ചിരാതുകൾ, അതായത് ഈ 16 ചിരാതുകളെയും 16 പ്രതികളായി കരുതിക്കൊണ്ട് അവർക്ക് ശക്തമായ ശിക്ഷ നേടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും മൃഗീയവും അതുപോലെ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകമാണ് SFI പ്രവർത്തകർ സിദ്ധാർത്ഥിനെതിരെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ സിദ്ധാർത്ഥന്റെ കുടുംബത്തിനും നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥി സംഘടന ABVP എന്ന വിദ്യാർത്ഥി സംഘടന നേതൃത്വത്തിൽ അതിശക്തമായൊരു പ്രക്ഷോഭ പരിപാടിയിലേക്ക് കടക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ സിദ്ധാർത്ഥിന് നീതി വാങ്ങിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകുമെന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ABVP ഉറച്ചു നിൽക്കുന്നത്. ആ ഒരു രീതിയിൽ ഏതൊക്കെ തരത്തിലുള്ള സമരമുറകളിലേക്കായിരിക്കും ഇനി മുന്നോട്ട് പോകുക? ABVP ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ സത്യാഗ്രഹ സമരമാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ക്യാമ്പസുകളിലും ABVP ഈ SFIയുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് എല്ലാ ക്യാമ്പസുകളിലും സ്വാതന്ത്ര്യവും ജനാധിപത്യം സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളെ പറ്റിക്കുന്ന SFIയുടെ പൊള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ട് എല്ലാ കലാലയങ്ങളിലും അവിടുത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയും അവിടെ ഫ്ലെക്സുകൾ നാട്ടുകയും ചെയ്യും ABVP. അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്നത് ഒരു തെരുവ് യുദ്ധത്തിലേക്കാണെങ്കിലും നമ്മുടെ സിദ്ധാർത്ഥന് വേണ്ടി അവൻ്റെ ഏതറ്റവും നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ ABVP തയ്യാറാണ്. അതിന് തെരുവ് യുദ്ധമായാലും അതങ്ങ് ഈ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്കായാലും ABVP തയ്യാറാണ്. അങ്ങനെ കടുത്ത മാർഗത്തിലേക്കാണ് ABVP ഇനി അടുത്തത് തയ്ക്കാൻ പോണത്. ഇപ്പോൾ ഒരു ദിവസത്തെ 24 മണിക്കൂറത്തെ സത്യാഗ്രഹ സമരമാണ് ABVP ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ കേസ് സംസ്ഥാന പോലീസ്, കേരള പോലീസ് അട്ടിമറിക്കപ്പെടും എന്നൊരു ധാരണയുണ്ടോ? അല്ലെങ്കിൽ CBI പോലുള്ള ഉന്നത തലങ്ങളിലേക്ക് പോകണമെന്നൊരു ആവശ്യം ABVP മുന്നോട്ട് വെക്കുന്നുണ്ടോ? തീർച്ചയായും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ പൂർവ്വകാലത്തെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏത് കേസാണ് SFI എതിർ സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അട്ടിമറിപ്പെടുത്തി അല്ലെങ്കിൽ അട്ടിമറി ചെയ്യാത്തത്? അപ്പോൾ ഇത് കൃത്യമായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ 13 ദിവസമായിട്ടും പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ജില്ലാ കമ്മിറ്റി തരുന്ന പ്രതി ലിസ്റ്റാണ് ഇനി ഈ ഇവിടുത്തെ പോലീസുകാർ വായിക്കാൻ പോകുന്നതെങ്കിൽ അതിനി ഒരിക്കലും നടക്കാൻ പറ്റില്ല. SFIയുടെ തെമ്മാടിത്തരം മാത്രമാണ് ഇവിടെ നടക്കാൻ പോകുന്നതെങ്കിൽ അത് ഒരിക്കലും ABVP സമ്മതിക്കില്ല. CBIയുടെ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ABVPയുടെ അവകാശവാദം. ഇനി ആവശ്യവും അത് തന്നെയാണ്. അതുന്നയിച്ച് തന്നെ ABVP മുന്നോട്ട് പോകും. തീർച്ചയായും രോഹിണി, ABVP ശക്തമായൊരു സമരമുറയിലേക്ക്, ശക്തമായൊരു സമരത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, സംസ്ഥാനം അല്ലെങ്കിൽ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്രൂരതയാണ് ഒരു പിന്നോക്ക സമുദായത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു പിന്നാക്ക രീതിയിൽ നിന്നും സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് വരേണ്ടിയിരുന്ന ഒരു യുവാവിനെ അതിക്രൂരമായി അതിപൈശാചികമായി കൊലപ്പെടുത്തിയത്. ആ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം, ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്, ആ കൊലപാതകൾക്ക് ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവും വരിക. അപ്പോൾ അത്തരത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയി നിൽക്കുന്ന ആ SFI വിദ്യാർത്ഥി അല്ലെങ്കിൽ SFIക്കാരെ ഒരുപക്ഷെ സംരക്ഷിക്കാൻ ഒരുപാട് വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഒരുപാട് സംവിധാനങ്ങൾ ഈ നാട്ടിലുണ്ട്. ആ സംവിധാനങ്ങളിൽ നിന്നും കൈകൊടുക്കാതെ CBI പോലുള്ള ഉന്നത സംഘടനകൾ അല്ലെങ്കിൽ ഉന്നത അന്വേഷണ ഏജൻസികൾ ഇത് അന്വേഷിച്ച് സിദ്ധാർത്ഥിന് നീതി വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് ABVP ശക്തമായി ആവശ്യപ്പെടുന്നത്. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ABVPയുടെ ഏകദിന ഉപവാസ സമരം ആരംഭിച്ചിരിക്കുകയാണ്. കേസ് CBIക്ക് വിടുക, സർവകലാശാല ഡീനിനെ പ്രതി ചേർക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ടിൻഡു ആണ് വിവരങ്ങൾ നൽകിയത്.